Hello, my dear students. Today's class we deals with one of the Greek drama, Antigone, written by the Greek playwright Sophocles. It's a tragedy. We have to deal with this drama. Regarding the birth of Sophocles, he was born around 496 BCE in Colonus near Athens, Greece. He came from a wealthy and prominent family. This allowed him to access good education at that time. Sophocles was one of the three great ancient Greek tragedians alongside Aeschylus and Euripides. So, Aeschylus, Euripides, and Sophocles were considered as three great tragedians at that period. He wrote over 120 plays during his lifetime, but only seven have to be survived now. It includes Antigone, Oedipus Rex, and Electra. He introduced several significant inventions to Greek drama, including third actor on stage, which allowed him for more complex character interaction. And he developed the use of painted scenery and reduced the importance of chorus, focusing more on individual characters. അദ്ദേഹം ഗ്രീക്ക് ഡ്രാമയിൽ ഈ ഒരു തേർഡ് ആക്ടറെ സ്റ്റേജിലേക്ക് തേർഡ് ആക്ടറെ കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഗ്രീക്കില് സോഫോക്ലേസ് ആണ്. അന്നേരം തേർഡ് ആക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സോഫോക്ലേസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ ഇന്ററാക്ഷനിൽ ഒരു കോംപ്ലക്സിറ്റി കൊണ്ടുവന്ന വ്യക്തിയും നമ്മളുടെ സോഫോക്ലേസ് ആണ്. അതുപോലെ തന്നെ ആദ്യമായി ഒരു ബാക്ക്ഗ്രൗണ്ട് സീനറി, പെയിന്റഡ് ബാക്ക്ഗ്രൗണ്ട് സീനറി കൊണ്ടുവന്നത് സോഫോക്ലേസ് ആണ്. കോറസിന്റെ പ്രസക്തി കുറച്ച് ഇനി ആ ക്യാരക്ടേഴ്സിന്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിന്റെ ആ എംഫസിസ് കൂട്ടിയ വ്യക്തിയും സോഫോക്ലേസ് ആണ്. His works often explored themes of fate, free will, and power of gods and human suffering. ഇപ്പം നമ്മൾ പഠിക്കാനുള്ള സോഫോക്ലിസിന്റെ ആന്റിഗണി എടുത്താലും അതിൻ്റെ അകത്ത് ഫേറ്റ് വരുന്നുണ്ട്, ഫ്രീ വിൽ വരുന്നുണ്ട്, ഗോഡ്സിന്റെ ഇന്ററാക്ഷൻ വരുന്നുണ്ട്, ഹ്യൂമൻ സഫറിങ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു തീമുകളെല്ലാം അദ്ദേഹത്തിന്റെ എല്ലാ പ്ലേസിലും കാണാൻ നമുക്ക് സാധിക്കും. Tragedies like Oedipus Rex and Antigone deals with the inevitability of fate and the tragic consequences of a human action. ഇഡിപ്പസ് റെക്സിലായാലും ആന്റിഗണിയിലെല്ലാം നമുക്ക് ഇന്നവിറ്റബിലിറ്റി ഓഫ് ഫേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. Sophocles is credited with refining their tragic form and deepening character development, making his plays more psychologically complex than those of his predecessors. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. കോറസിന്റെ ആ ഒരു എംഫസിസ് കുറച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിന്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുത്തത് ഇദ്ദേഹമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ട്രാജഡിയിൽ ഒരുപാട് ഡെവലപ്മെന്റ് കൊണ്ടുവരാനും ഡ്രാമയെ ഒന്ന് റിഫൈൻ ചെയ്യിപ്പിക്കാനും ഇദ്ദേഹത്തിന്റെ പ്രസൻസിൽ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരുപാട് ഡെവലപ്മെന്റ് കൊണ്ടുവന്നു. His tragedies often revolved around the central character's tragic flaw or hamartia and the resulting downfall. ഇദ്ദേഹത്തിന്റെ ട്രാജഡീസിൽ കൂടുതലും സെൻട്രൽ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഡൗൺ ഫ്ലോ അല്ലെങ്കിൽ ഹമേർഷ്യ, ക്യാരക്ടർ ഫ്ലോ അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ, ഇതാണ് അതിൻ്റെ അകത്തുള്ള ആ ക്യാരക്ടറിന്റെ എല്ലാവിധ ദുരിതത്തിന് കാരണമായി തീരുന്നത്. ഇപ്പം ഇഡിപ്പസ് റെക്സ് എടുത്താലും അദ്ദേഹത്തിന്റെ ട്രാജിക് ഫ്ലോ അദ്ദേഹത്തിന്റെ ഡൗൺഫോളിന് കാരണമായി തീരുന്നുണ്ട്. ഇപ്പൊ സഫോക്ലീസ് എടുത്താലും അതിൻ്റെ അകത്ത് ഹെമേർഷ്യ, ആ ക്രിയോന്റെ സ്റ്റബേൺനെസ് ഈ പറയുന്ന ഡൗൺഫോളിന് കാരണമായി തീരുന്നുണ്ട്. ഇതെല്ലാം ഓരോ തരത്തിലും അദ്ദേഹം ഈ ഹമേർഷ്യ അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ പ്ലേസിലും കാണാനായിട്ട് സാധിക്കും. Sophocles died around 406 BC at the age of 90, leaving behind a legacy as one of the most important figures in the history of Western literature. 406ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 90-ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ നമ്മുടെ തിയേറ്ററിലെ ട്രാജഡിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയതിനു ശേഷമാണ് അദ്ദേഹം കാലയവനികൾക്കുള്ളിൽ മറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആന്റിഗണി എന്ന് പറയുന്ന ഒരു പ്ലേയെ പറ്റി നോക്കാം. സോഫോക്ലീസിന്റെ ആന്റിഗണി ആക്ട്സ് അല്ലെങ്കിൽ എപ്പിസോഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മൊത്തം 7 എപ്പിസോഡ്സ് അല്ലെങ്കിൽ ആക്ടുകൾ എന്ന് നമുക്കറിയാം.
ഇതൊരു ക്ലാസിക്കൽ ഗ്രീക്ക് ട്രാജഡിയാണ്. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് പ്രോലോഗ് ഉണ്ട്. ദെൻ വരുമ്പോഴത്തേക്ക് പ്രോഡോസ്, എപ്പിഡോസ്, സ്റ്റാറ്റിസ്മ ഓർ കോറലോഡ്സ്, എക്സോഡസ്, ഇങ്ങനെ പല തരത്തിലാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് പ്രോലോഗ്, പ്രോഡോസ്, എപ്പിഡോസ്, സ്റ്റാറ്റിസ്മ ഓർ കോറലോഡ്സ്, ദെൻ എക്സോഡസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് പ്രോലോഗ്. പ്രോലോഗ് ആക്ട് 1 ആണ്. അതിൻ്റെ അകത്ത് മെയിൻ ഇവന്റ് എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഇഡിപ്പസ് റെക്സ്, ഓക്കെ, ഇഡിപ്പസ് രാജാവിന് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മക്കള് പൊളിനീഷ്യസ്, ഇറ്റോക്ലീസ്, ദെൻ ഇസ്മീൻ, അതുപോലെ തന്നെ നമ്മുടെ ആന്റഗണി. 2 പെണ്ണും 2 ആണും. അങ്ങനെ ഇഡിപ്പസ് രാജാവ് മരണപ്പെട്ടു. ഇഡിപ്പസ് രാജാവ് മരണപ്പെട്ടതിന് ശേഷം രാജ്യം മൂത്ത മകനായ പൊളിനീഷ്യസിനാണ് കിട്ടേണ്ടത്. പക്ഷേ പെറ്റോക്ലിസ് പൊളിനീഷ്യസിന് രാജ്യത്തിന്റെ പുറത്തേക്ക്, എന്ന് വെച്ചാൽ അവന് ഒരു ട്രൈറ്ററായിട്ട് മുദ്ര കുത്തുകയും തന്റെ അങ്കിളായ ക്രിയോന്റെ സഹായത്തോടുകൂടി പൊളിനീഷ്യസിനെ രാജ്യഭ്രഷ്ട് കൽപ്പിക്കുകയും രാജ്യത്തിന് പുറത്തേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് പോയ പൊളിനീഷ്യസ് തീബ്സ്, എന്നിട്ട് ഇവരുടെ രാജ്യം എന്ന് പറയുന്നത് തീബാണ്. ഗ്രീക്സിൽ തീബ്സ് എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് മറ്റൊരു പടയുമായി വന്ന് എറ്റോക്ലിസിനെ നേരിട്ടു. അങ്ങനെ പൊളിനീഷ്യസും എറ്റോക്ലിസും യുദ്ധത്തില് ഈ 2 സഹോദരന്മാരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പൊളിനീഷ്യസും മരണപ്പെട്ടു, എറ്റോക്ലിസും മരണപ്പെട്ടു. ഓക്കെ, ഈ സിവിൽ വാറിൽ ഇവർ 2 പേരും മരണപ്പെടുകയാണ്. ഈ ആൺകുട്ടികൾ 2 പേരും മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇവരുടെ അങ്കിളായ ക്രിയോണ് രാജാധികാരം ഏൽക്കുകയാണ്. ഓക്കെ, കിങ് ഓഫ് തീബ്സ് ആയിട്ട് ക്രിയോൺ അധികാരത്തിൽ വരികയാണ്. കിങ് ഓഫ് തീബ്സ് ആയിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുന്ന കാര്യം, പൊളിനീഷ്യസ് രാജദ്രോഹിയാണ്. ഒരിക്കലും പൊളിനീഷ്യസിന് ഒരു പ്രോപ്പർ ബെറിയല് നമുക്ക് കൊടുക്കാൻ പാടില്ല. പൊളിനീഷ്യസിന്റെ ബോഡി അവിടെ പൊതുസ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അത് ആനിമൽസും ബേർഡ്സും ഒക്കെ അതിന്റെ അവര് കഴിച്ചു തീർക്കട്ടെ, ഭക്ഷിച്ച് തീർക്കട്ടെ എന്ന് ഉള്ള ഒരു വ്യവസ്ഥ വെക്കുകയാണ്. പകരം എറ്റോക്ലിസിന്റെ ബോഡി പ്രോപ്പർ മിലിറ്ററി ബെറിയൽ കൊടുത്ത് എല്ലാവിധ ആദരവോടും കൂടി എറ്റോക്ലിസിന്റെ ബോഡി ദഹിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷെ ഇതിനോട് ഒരിക്കലും ഇവരുടെ സഹോദരിമാരായ ആന്റിഗണിക്കും ഇസ്മീനും യോജിക്കാൻ കഴിയുന്നില്ല. ആന്റിഗണി പറയുന്ന കാര്യം, ബോത്ത് ഓഫ് ദം ആർ മൈ ബ്രദേഴ്സ്. എറ്റോക്ലിസും പൊളിനീഷ്യസും എൻ്റെ സഹോദരന്മാരാണ്. എറ്റോക്ലിസിന് എങ്ങനെയാണോ ആദരവ് കിട്ടുന്നത് അതുപോലെ പൊളിനീഷ്യസിനും കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ദൈവഹിതം, ദൈവങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ മറവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അവർ കൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മനുഷ്യഹിതം അല്ലെങ്കിൽ രാജകൽപ്പനയല്ല ഞാൻ നോക്കുന്നത്, മറിച്ച് ദൈവം എന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് ഇതിനെ ചൊല്ലി എന്തൊക്കെ പണിഷ്മെന്റ് വന്നാലും ശരി, ഞാൻ എൻ്റെ സഹോദരനായ പൊളിനീഷ്യസിന്റെ ബോഡി മറവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അന്നേരം ഇസ്മീൻ പറയുന്നുണ്ട്, രാജാവിനെ ധിക്കരിച്ചാൽ മരണമാണ്, ഉറപ്പാണ്. അന്നേരത്തേക്ക് ആന്റിഗണി പറയാണ്, നീ എന്നെ സഹായിക്കണ്ട, നീ നിന്റെ കാര്യം നോക്കിക്കോളൂ, ഞാൻ ഈ കാര്യം എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും അത് ഞാൻ ചെയ്തോളാം, ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയാൻ. അങ്ങനെ ആന്റിഗണി പൊളിനീഷ്യസിന്റെ ബോഡി മറവ് ചെയ്യാനുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഇവിടുന്ന് പോകുന്നതാണ് പ്രോലോഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടേക്ക് വരുമ്പോൾ കീ തീംസുകളായിട്ട് വരുന്ന കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് ലോ ആൻഡ് ഡിവൈൻ ലോ, ആസ് വെൽ ആസ് ഫാമിലി, ലോയൽറ്റി, ഡിഫെൻസ്, ഇതൊക്കെയാണ്. സ്റ്റേറ്റ് ലോയും ഡിവൈൻ ലോയും എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലോ പറയുന്നത് എന്താണ്, ഒരിക്കലും പൊളിനീഷ്യസിന്റെ ബോഡി മറവ് ചെയ്യാൻ പാടില്ല, അവൻ ട്രീറ്റർ ആണ്. ഓക്കെ, പക്ഷേ ഡിവൈൻ ലോ, ദൈവഹിതം എന്ന് പറയുന്നത് എന്താണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ ബോഡി വെളിയിലിടരുത്, അവനെ പ്രോപ്പറായിട്ട് ബെറിയൽ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആന്റഗണിക്ക് ഇസ്മീനും ഉള്ളത് അവരുടെ സഹോദരന്മാരോടുള്ള എന്താണ്, ഫാമിലി ലോയൽറ്റിയാണ്, ഇല്ലേ? ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് തീമുകളായിട്ട് വരുന്ന നമുക്ക് കാണാം. നെക്സ്റ്റ് ഈസ് പ്രാഡോസ്. പ്രാഡോസിൽ വരുന്നത് കോറസ്. കോറസ് ഒരു മെയിൻ പാർട്ടാണ്, ക്യാരക്ടറാണ്. Chorus composed of Theban elders enters and sings about the recent war and victory of Thebes over Polynesius and his army. They celebrate the peace and that has returned, but remain unaware of the impending conflict. സോ കോറസ് തീബൻ നേതാക്കളും ഒക്കെ അങ്ങോട്ട് കടന്നു വരികയാണ്. ഈ തീബൻ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കോറസ് അവിടെ പാട്ട് ആലപിക്കുന്നത്. അന്നേരം
ഇപ്പോൾ നിന്നുപോയ ആ ഒരു വാറിനെ കുറിച്ചും അതിന്റെ വിക്ടറിയെ കുറിച്ചും പൊളിനീഷ്യസിന്റെ അവരുടെ ആർമിയെ കുറിച്ചും അതിനെതിരെ എറ്റോക്ലിസ് പോരാടിയതിനെ കുറിച്ചും പക്ഷേ ഈ രണ്ട് പേരുടെ മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് തീബ്സില്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ എന്തോ വരാനിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാൻ കാര്യങ്ങൾ രാജാവിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. Then Act 2, first episode. ആക്ട് ടൂവിലേക്ക് വരുമ്പോൾ മെയിൻ ഇവന്റ് ആയിട്ട് വരുന്നത് ക്രിയോൺ enters and proclaims his decree concerning the burial of Patroclus in Polynesius. He asserts his authority as king and emphasizes the importance of law and order. A sentry then arrives with the news that someone has secretly buried Polynesius. Creon is furious and orders the sentry to find the culprit. So, ക്രിയോണ് രണ്ടാമത്തെ രാജസിംഹാസനത്തിലേക്ക് അദ്ദേഹം വരികയാണ്. അവിടെ വെച്ച് എറ്റോക്ലിസിനും പൊളിനീഷ്യസിന്റെ ബെറിയലിന്റെ കാര്യങ്ങൾ പറയാൻ എറ്റോക്ലിസിന് പ്രോപ്പർ ആയിട്ടുള്ള ബെറിയൽ കൊടുത്തു കഴിഞ്ഞു. അതിൽ താൻ ഭയങ്കര സംപ്രീതനാണ്. പൊളിനീഷ്യസിന്റെ ബോഡി അവിടെ തൂക്കിയിട്ട് മൃഗങ്ങളെല്ലാം തിന്നു തീർക്കട്ടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതുവഴി ജനങ്ങൾക്കൊരു പാഠമായിരിക്കണം. ഇനി ആരും തന്നെ ഇവിടെ ഒരു സിവിൽ വാറുമായിട്ട് വരരുതെന്നുള്ള രീതിയിലാണ് ക്രിയോണ് കാര്യങ്ങൾ നീക്കുന്നത്. ആ ഒരു സമയത്താണ് ഒരു സോൾജിയർ വന്നിട്ട് പറയുന്നത്, ക്രിയോൺ രാജാവെ, പൊളിനീഷ്യസിന്റെ ബോഡി ആരോ മറവ് ചെയ്തിരിക്കുന്നു. ക്ഷുഭിതനായ ക്രിയോണ് പോയി കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ആജ്ഞാപിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സീനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കീ തീംസ് എന്ന് പറയുന്നത് പവർ ആൻഡ് അതോറിറ്റിയും ജസ്റ്റിസും പ്രൈഡുമാണ്. ഇവിടെ നീതി നടപ്പിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ആന്റിഗണി എന്ന് പറയുന്നത് വ്യക്തി, ആന്റിഗണി എന്ന് പറയുന്ന സ്ത്രീ ക്രിയോൺ എന്ന് പറയുന്ന രാജാവിനേക്കാൾ പവർ എടുത്തുകൊണ്ട് തന്റെ വിൽ പവർ കാണിച്ചുകൊണ്ട് തന്നെ അവൾ ആ ബോഡി ബെറി ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ രാജാവിന്റെ അഹങ്കാരത്തിനായിട്ട് ഒരു അടികൂടിയായിട്ട് നമുക്ക് ഈ ഒരു പൊളിനീഷ്യസിന്റെ ബോഡി ബെറി ചെയ്തത് കാണാം. ദെൻ ഫസ്റ്റ് സ്റ്റാറ്റ്സ്മോൺ ഓർ ദ കോറൽ ഓട്ട്. ഈ ഒരു സമയത്ത് കോറസിലുള്ള ആൾക്കാർ കൂട്ടത്തോടെ പാടുകയാണ്. Chorus sings about the power and resilience of humankind, but also notes humanity's limits when it comes to defying divine laws. കോറസ് കൂട്ടത്തോടെ അവർ പാടുകയാണ്. മനുഷ്യരാശിയുടെ പവറിനെ കുറിച്ചും അവരുടെ ആ ഒരു റെസിലിയൻസ്, ആ ഒരു സ്ട്രെങ്തിനെ കുറിച്ചും ഒക്കെ അവർ പാടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവര് നോട്ട് ഡൗൺ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവഹിതം അത് നിന്ദിക്കാൻ പാടില്ല. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. Then Act 3ലേക്ക് വരികയാണ്. Act 3, Sindri returns with Antigone, who has been caught in act of burying Polynesius. Antigone boldly admits her actions and defends her defiance of Creon, claiming she was following the higher law of gods. Creon, enraged and orders her to be imprisoned. Ismene is brought in, and although she initially refused to help Antigone, she now wants to share the blame. Antigone rejects Ismene's offer, insisting that she alone will face the consequences. ആ ഒരു ആക്ട് 3യിൽ നമ്മൾ കാണുന്നത് ഇത് ആരാണോ പൊളിനീഷ്യസിന്റെ ബോഡി ബെറി ചെയ്ത് അവരെ പോയി കണ്ടുപിടിച്ചിട്ട് വരാൻ രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ സോൾജേഴ്സ് പോയി ആന്റിഗണിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പൊളിനീഷ്യസിന്റെ ബോഡി ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആന്റിഗണി കൈയോടെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് സോൾജേഴ്സ്. ആന്റഗണി താൻ ചെയ്ത കുറ്റം ധൈര്യസമേതം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇസ്മീനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇസ്മീൻ ആദ്യം അതൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഇസ്മീനും പറയുന്നുണ്ട്, ഞാനും കൂടെ ചേർന്നിട്ടാണ് പൊളിനീഷ്യസിന്റെ ബോഡി ബെറി ചെയ്തത്. അന്നേരത്തേക്ക് ആന്റഗണി ഇത് റിജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇസ്മീന്റെ ഓഫർ വേണ്ട, ഞാൻ ഈ കുറ്റം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം, നീ ഇതിന്റെ കോൺസിക്വൻസ് ഒന്നും അനുഭവിക്കുകയേ വേണ്ട എന്ന് ഇസ്മീനോട് ആന്റഗണി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് വെസ് സ്റ്റേറ്റ് ലോ. അന്നേരം രാജാവ് പറഞ്ഞത് ഇതിനെ ദഹിപ്പിക്കരുത്. അന്നേരത്തേക്ക് ആന്റഗണി ചെയ്തത് എന്താണ്, ഇവരെ ദഹിപ്പിച്ചു. ആന്റഗണി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ് ലോയേക്കാൾ ഉപരിയായിട്ട് ഡിവൈൻ ലോയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഡിവൈൻ ലോയാണ് ഞാൻ ഒബേ ചെയ്യുന്നതെന്ന് പറയും. അതുപോലെ തന്നെ ഇസ്മീൻ ആദ്യം ആന്റഗണി പറഞ്ഞ കാര്യത്തിനെ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞ് അവൾ ഇങ്ങനെ ഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഡിനീ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അവളും ആന്റഗണിയോടൊപ്പം ചേർന്ന് ഞാനും കൂടെ ചേർന്നിട്ടാണ് പൊളിനീഷ്യസിന്റെ ബോഡി ദഹിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്രിഫൈസ്, ലോയൽറ്റി ടു ഫാമിലി. വീണ്ടും എന്റെ സഹോദരിക്ക് ഒരു പ്രശ്നം പറ്റുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത കൊണ്ടുവരാനായിട്ടാണ് ഇസ്മീൻ അങ്ങനെ ചെയ്യുന്നത്. അവിടെ നമുക്ക് ലോയൽറ്റി ടു ഫാമിലി, സാക്രിഫൈസ് എല്ലാം തന്നെ തീമായിട്ട് കാണാം.
Next, again, the chorus reflects the cursed fate of house of Oedipus, to which Antigone belongs, and laments the destructive power of God. അന്നേരം വീണ്ടും കോറസ് പാട്ട് പാടുകയാണ്. കോറസ് പറയാണ്, ഇഡിപ്പസ് രാജാവിന്റെ കുടുംബത്തിന് ആകമാനമേറ്റ ശാപത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇഡിപ്പസ് രാജാവിനും രാജാവിന്റെ പത്നിക്കും എല്ലാം ഏറ്റ ശാപത്തെ കുറിച്ച്. ഇപ്പോൾ ആ ശാപം അവർ ഇഡിപ്പസിന്റെ മക്കളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. ഇഡിപ്പസിന്റെ രണ്ട് ആൺമക്കളും മരണപ്പെട്ടു. അവർ തമ്മിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടു. ഇപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സഹോദരിമാരും വധിക്കപ്പെടാൻ പോകുന്നു. ദൈവമേ, എന്തൊരു വിധിയാണിതെന്ന് ഓർത്തുകൊണ്ട് കോറസ് വിലാപഗാനം ആലപിക്കുകയാണ്. ആക്ട് ഫോർത്തിലേക്ക് പോകുമ്പോൾ ഹീമൻ, ക്രിയോൺസ് സൺ and Antigone's fiancé, confronts Creon. Haman initially tries to persuade his father to spare Antigone, pointing out that people of Thebes sympathize with her. When Creon stubbornly refuses, Haman becomes enraged and declares that he will not stand by while Antigone is executed. Creon remains unmoved and Haman leaves, vowing never to return. Creon decides that Antigone will be sealed in a tomb alive as punishment. ഹീമൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയോൺ രാജാവിന്റെ ഏക മകനാണ് ഹീമൻ. ഹീമനും അതുപോലെ തന്നെ ആന്റിഗണിയുമായിട്ട് പ്രണയത്തിലാണ്. ആന്റിഗണിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഹീമന്റെ. ആ ഒരു അവസരത്തിലാണ് ആന്റിഗണിയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഹീമൻ രാജാവിനോട് ചെന്നിട്ട് പറഞ്ഞു, പുറത്ത് ആന്റിഗണിക്ക് വളരെയധികം സപ്പോർട്ടാണുള്ളത്. താങ്കൾ ആന്റിഗണിയെ ഒരിക്കലും ഈ ഒരു രീതിയിൽ പണിഷ് ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അന്നേരത്തേക്ക് സ്റ്റബേൺ ആയിട്ടുള്ള രാജാവ് പറഞ്ഞു, എന്റെ ഓർഡർ ധിക്കരിച്ച വ്യക്തിയാണ് നിൽക്കുന്നത്, അവളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. മരണത്തിൽ കുറഞ്ഞ അവൾക്കൊരു ശിക്ഷയുമില്ല. അന്നേരത്തേക്ക് ഹീമൻ പറഞ്ഞു, അങ്ങനെ ആയാൽ ഞാൻ നിങ്ങളുടെ സക്സസർ ആയിട്ട് ഒരിക്കലും ഈ രാജ അധികാരത്തിലേക്ക് വരികയില്ല. നിങ്ങളുടെ ഏക മകനാണ് ഞാൻ, പക്ഷെ ഞാൻ ഒരിക്കലും ഈ രാജ അധികാരത്തിലേക്ക് വരികയില്ല. അതിലൊന്നും തന്നെ പതറാതെ തന്നെ നമ്മുടെ ക്രിയോൺ രാജാവ് ഉത്തരവ് കൽപ്പിക്കുകയാണ്. ഒരു ജീവനോടെ തന്നെ ഒരു ശവക്കല്ലറയിൽ കൊണ്ടുപോയി ആന്റിഗണിയെ അടച്ചിട്ട് അവൾ അവിടെ കിടന്ന് വിശന്ന് മരണം അടയട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഓക്കെ, ശ്വാസം കിട്ടാതെ വിശന്ന് മരണം അടയട്ടെ. ഇത് ഈ ഒരു ഉത്തരവും കൂടെ കേൾക്കുന്ന ഹീമൻ അവിടെ നിന്ന് ഇനി ഒരിക്കലും ഞാൻ മടങ്ങി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീമൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു ആക്ടിൽ നമ്മൾ കാണുന്ന തീം എന്ന് പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. അതുപോലെ തന്നെ ലവ് വേഴ്സ് ഡ്യൂട്ടി, ഇല്ലേ? അച്ഛനോട് സ്നേഹമുണ്ട്, അല്ലെ? അച്ഛനോടുള്ള ഇഷ്ടമുണ്ട്. പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഞാൻ രാജാവാണ്, പക്ഷെ ആ രാജാവിനെ എതിർത്ത ഒരുവളെ നശിപ്പിക്കണമെന്നുള്ള ചിന്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ അവനിക്ക് ഹീമന് ആന്റിഗണിയോട് ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് അവന്റെ ഡ്യൂട്ടിയാണ്. ഇത് ഹീമൻ ആന്റിഗണിയോട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം രാജാവിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റബേൺനെസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ, ഡ്യൂട്ടി, ലവ് വെസ് ഡ്യൂട്ടി, ദെൻ സ്റ്റബേൺനെസ്, ഇതൊക്കെ ഈ ഒരു ആക്ട് ഫോറിലേക്ക് വരുമ്പോൾ തീമുകളായിട്ട് വരുന്നുണ്ട്. Next, again, the chorus sings about the power of love, which can drive people to madness and conflict. Okay, ഇവിടെയൊക്കെ കോറസ് വീണ്ടും പറയുകയാണ്, ഹീമന് അവന്റെ രാജ്യം പോലും ത്യജിച്ചുകൊണ്ടാണ് ആന്റിഗണിക്ക് വേണ്ടി സാധിക്കുന്നത്. അച്ഛാ, താങ്കൾ ആന്റിഗണിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും താങ്കളുടെ സക്സസറായി വരില്ല, ഞാൻ ഒരിക്കലും ഈ രാജ്യത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് അവൻ പറയുന്ന ഒരു സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ക്രിയോണിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ കോറസ് പാടുന്ന പവർ ഓഫ് ലവിനെ കുറിച്ചാണ്. സ്നേഹം മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു, സ്നേഹം മനുഷ്യനെ പലതരം ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നു. സ്നേഹത്തിന്റെ അതീന്ദ്രിയ ഭാവങ്ങളെ കുറിച്ച് കോറസ് ഇവിടെ വാചാലനാകുകയാണ്. Act 5, Antigone is led to her death. She laments her fate, acknowledging that she will die young and without fulfilling her desires for love and family life. Despite her sorrow, she remains resolute to her belief that she did the right thing by burying her brother. Chorus sympathizes with her but also suggests that her fate is a result of her father's sins. ആക്ട് 5ലേക്ക് വരുമ്പോൾ ആന്റിഗണി അവളുടെ മരണത്തെ മുഖത്തോട് മുഖം കാണുകയാണ്. അവൾ അവളുടെ ഫേറ്റിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ്. അവൾ പറയാണ്, ഞാൻ ഇത്ര ചെറുപ്പത്തിലെ അല്ലെങ്കിൽ മരണപ്പെടുകയാണല്ലോ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമോ ഫാമിലിയോ ലൈഫോ എനിക്ക് കിട്ടിയില്ലല്ലോ. ഇതൊക്കെ ഓർത്ത് അവൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയാണ്, എന്നിരുന്നാലും ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. ഞാൻ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന എൻ്റെ ബ്രദറിനെ ബുറി ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു എഫേർട്ടിലൂടെ ഞാൻ ചെയ്ത കാര്യം സത്യമാണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്.
അപ്പോ അവളുടെ ഈ ഒരു വിഷമാവസ്ഥ കണ്ട കോറസ് അവളുടെ ഫേറ്റിനെ കുറിച്ച്, വിധിയെ കുറിച്ച് ഓർത്ത് വിലാപഗാനം ആലപിക്കാൻ. എന്നിട്ട് കോറസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റാണ്, ആ പാപമാണ്, ആ പാപത്തിന്റെ പങ്കാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോ അനുഭവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഫേറ്റ്, മാർട്ടിഡം, ഫാമിലിയൽ കേഴ്സ് അല്ലെ. ഇഡിപ്പസ് രാജാവ് ചെയ്തിട്ടുള്ള കേഴ്സ്. ഇഡിപ്പസ് രാജാവിന്റെ കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇഡിപ്പസ് രാജാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ അറിയാതെ വിവാഹം കഴിക്കുകയും അതിൽ 4 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. ആ അമ്മയിലുണ്ടായ മക്കളാണ് ആരൊക്കെ? പൊളിനീഷ്യസ്, ഇറ്റോക്ലിസ്, ആന്റഗണി ആൻഡ് ഇസ്മീൻ. ഓക്കെ. അതിൻ്റെ അകത്ത് അന്നേരം ഒരിക്കലും അത് ഡിവൈൻ ലവിക്ക് എതിരാണ്. പക്ഷെ അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയല്ല. അമ്മയാണെന്ന് അറിയാതെ മറ്റൊരു രാജ്യത്തിലെ രാജ്ഞിയെ വിവാഹം കഴിച്ചു. പക്ഷെ അത് പിൽക്കാലത്താണ്, ഈ 4 മക്കൾ ഉണ്ടായതിനു ശേഷമാണ് അറിയുന്നത് എന്താണ് ഇത് അമ്മയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കേഴ്സായിട്ട് മാറുകയാണ്. ആ കേഴ്സ് മക്കളിലേക്കും വരികയാണ്. അതുകൊണ്ട് തന്നെ ഫേറ്റും മാർട്ടിഡം എന്ന് പറയുന്ന തീമാകുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ബ്രദറിന് വേണ്ടി എടുത്ത ഒരു എഫേർട്ടിലൂടെ താൻ എന്ത് ചെയ്യുന്നു? രക്തസാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർട്ടിഡം ഒരു തീമായിട്ട് വരുന്നുണ്ട്. ഫാമിലി കേഴ്സും തീമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് അഗെയിൻ ദ കോറൽ ഓഡ്സ്. കോറസ് വീണ്ടും പാടിയാണ്. കോറസ് റിഫ്ലക്ട്സ് ഓൺ ദ mythical figures who suffered terrible fate, suggesting that Antigone's fate is a part of larger cosmic order of suffering. ഇവിടെ കോറസ് പറയാണ്, ഈ ലോകത്ത് ഇങ്ങനെയുള്ള വിധിയുടെ വിളയാട്ടം അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ആന്റിഗണി നീ മാത്രമല്ല. ഇതുപോലെ ഒരുപാട് മിത്തിക്കൽ ഫിഗേഴ്സുകൾ ഇങ്ങനെയുള്ള വിധിയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കോറസ് പാടുകയാണ്, അവളെ സമാധാനിപ്പിക്കുകയാണ്. Act 6. Blind prophet Tiresias arrives and warns Creons that gods are displeased with his action. Tiresias advises Creon to bury Polynesius and release Antigone to avoid further tragedy. At first, Creon dismisses Tiresias' warning, but eventually he relents. Then, when Tiresias predicts that Creon's refusal will lead to death of his own son, Chorus urges Creon to act quickly to avoid catastrophe. ആക്ട് 6 വരുമ്പോൾ കാണുന്നത് നമ്മളുടെ വേസ്റ്റ് ലാൻഡിലെ ടൈറേസിയ ഉണ്ടല്ലോ. ടൈറേസിയ എന്ന് വെച്ചാൽ എന്താണ്? ആണും പെണ്ണുമായി ഒരേ ജീവിതം നയിക്കുന്ന വ്യക്തി ഇല്ലേ. അവന് ആണിന്റെ ജീവിതമുണ്ട്, പെണ്ണിന്റെ ജീവിതമുണ്ട്. ഈ ടൈറേസിയ എന്ന് പറയുന്ന വ്യക്തി ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. അയാൾക്ക് ഭാവിയും കാണാം, ഭൂതവും കാണാം. അതുകൊണ്ട് തന്നെ ടൈറേസിയാസ് ക്രിയോൺ രാജാവിന്റെ അടുക്ക് ചെന്നിട്ട് പറയാണ്, ദൈവങ്ങൾ നിങ്ങൾക്ക് എതിരാണ്, നിങ്ങളുടെ ഈ പ്രവർത്തിക്ക് എതിരാണ് ദൈവങ്ങൾ. പൊളിനീഷ്യസിന്റെ ബോഡി പ്രോപ്പറായിട്ട് ബറി ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇനിയൊരു ദുരന്തം ഉണ്ടാക്കാത്ത രീതിയിൽ ആന്റഗണിയെ എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം. ആദ്യമൊന്നും തന്നെ ക്രിയോൺ ഇത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ടൈറേസിയാസിന്റെ വാർണിംഗ് അയാൾ പിന്നീട് ശ്രദ്ധിക്കുകയാണ്. അയാൾ വിചാരിക്കുന്നത് തന്റെ ഏക മകനാണ് ക്രിയോൺ, അല്ല സോറി ഹീമൻ. ഓക്കെ, ഈ ഹീമൻ അയാളെ വിട്ടു പോകുമെന്ന് അയാൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പൊളിനീഷ്യസിന്റെ ബോഡി ദഹിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ആന്റിഗണിയെ ടൂമ്പിൽ നിന്ന് റിലീസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഒരു വലിയ അത്യാഹിതം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇനി കോറസ് urges ക്രിയോൺ ടു ആക്ട് ക്വിക്ക്ലി ടു അവോയ്ഡ് കറ്റാസ്ട്രോഫി. അന്നേരത്തേക്ക് വീണ്ടും ഒരു പാട്ട് കോറസ് അവിടെ പാടുകയാണ്. കോറസ് നമ്മുടെ ക്രിയോൺ രാജാവിനോട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആന്റിഗണിയെ റിലീവ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞ് പാടുകയാണ്. സോ ഇവിടേക്ക് വരുമ്പോൾ തീംസുകളായിട്ട് വരുന്ന ടൈറേസിയാസിന്റെ പ്രൊഫസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവങ്ങളുടെ ഇടപെടൽ, ഡിവൈൻ കോൺഫ്ലിക്ട്, ഡിവൈൻ റിട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് പ്രൈഡ്, തൻ്റെ മകൻ വന്നില്ലേലും കുഴപ്പമില്ല, ആന്റണിയെ കൊല്ലും എന്നുള്ള ആ ഒരു സ്റ്റബേൺനെസ്, അതിന്റെ ആ ഒരു ഡേഞ്ചർ അയാൾ മനസ്സിലാക്കാൻ, ഡേഞ്ചേഴ്സ് ഓഫ് പ്രൈഡ് അത് അയാൾ മനസ്സിലാക്കുകയാണ്. Next is the chorus prayers for God's mercy and hopes that Creon change of heart will prevent further disaster. അന്നേരത്തേക്ക് വീണ്ടും കോറസ് പാടുകയാണ്, ക്രിയോണിന്റെ മനസ്സ് മാറുകയും ദൈവങ്ങൾ അയാളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ, ഇനി ഒരു ഡിസാസ്റ്റർ ഉണ്ടാക്കാതെ തീബൻ രാജ്യത്തെ രക്ഷിക്കണമേ എന്ന് കോറസ് പാടുകയാണ്. Act 7. The messenger arrives with the news of tragedy. Creon's effort to bury Polynesius and free Antigone come too late. Antigone was hanged herself in the tomb, and Haemon, upon finding her body, tries to kill Creon but ends up taking his own life. Creon's wife Eurydice also kills herself upon hearing of her own son's death. Creon is left utterly devastated, realizing that his stubbornness and pride have led to the destruction of family. ആക്ട് 7 വരുമ്പോഴത്തേക്ക് മെസ്സഞ്ചർ വന്നിട്ട് ക്രിയോൺ രാജാവിനോട് പറയാണ്, രാജാവെ പൊളിനീഷ്യസിന്റെ ബോഡി
ബറി ചെയ്യാൻ ചെല്ലുന്നു. ആ സമയത്ത് ബറി ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആന്റിഗണിയെ ഫ്രീ ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. ആ ടൂമ്പിൽ വെച്ച് തന്നെ ആന്റഗണി അവൾ ഹാങ് ചെയ്ത് മരണപ്പെട്ടു. ഓക്കെ, അവളുടെ ബോഡി കണ്ട ഹീമൻ ആ, തകർന്നിരിക്കുകയാണ്. അങ്ങനെ മകനെ കാണാൻ ചെന്ന രാജാവും മകനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും അറ്റ് ലാസ്റ്റ് രാജാവിന്റെ കയ്യാൽ തന്നെ മകൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രിയോണിന്റെ വൈഫായ യൂറിഡേസിന് ഇത് താങ്ങാൻ അപ്പുറവും ആയിരുന്നു, താങ്ങാൻ പറ്റുന്നതിലും അപ്പുറവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു വാളെടുത്ത് സ്വയം കുത്തിമരിക്കുകയാണ് യൂറിഡൈസ് ചെയ്യുന്നത്. അങ്ങനെ രാജാവായ ക്രിയോണിന് മകനെയും ഭാര്യയും നഷ്ടപ്പെടുകയാണ്. ക്രിയോൺ രാജാവ് തകർന്നു പോവുകയും അയാളുടെ സ്റ്റബേൺനെസ്സും പ്രൈഡും കാരണം അയാളുടെ ഫാമിലി കൂടി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് നമുക്ക് കാണാൻ പറ്റുന്ന തീം എന്ന് പറയുന്നത് ട്രാജഡിയാണ്. ലോസ് ദ കോൺസിക്വൻസ് ഓഫ് പ്രൈഡ് ആൻഡ് ഇൻഫ്ലെക്സിബിലിറ്റി. അയാളുടെ ഒരു പ്രൈഡ് സ്റ്റബേൺനെസ് കാരണം അയാൾക്ക് അയാളുടെ കുടുംബം നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, അയാളുടെ എല്ലാ എഫേർട്ടുകളും വിഫലമായി, ദൈവങ്ങൾ പോലും അയാൾക്ക് എതിരായിട്ട് നമുക്ക് കാണാം. So the chorus ends the play by reflecting the lessons learned from the tragedy. They emphasize the importance of wisdom, humility, and reverence for God's warning that excessive pride leads to ruin. ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും കോറസ് പാടുകയാണ്. ഈ പ്ലേയിലൂടെ അവർക്ക് കിട്ടിയ ലെസൺ എന്താണെന്ന് പറയുന്നുണ്ട്. വിസ്ഡം, ഹ്യൂമിലിറ്റി, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. ദൈവങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഹങ്കാരം, അത് എക്സസീവ് ആയാൽ അതിനെക്കുറിച്ച് വാർണിംഗ് നമുക്ക് തന്നുകൊണ്ടാണ് കോറസ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. സോ ഇതിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇഡിപ്പസ് രാജാവിന്റെ 4 മക്കൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പൊളിനീഷ്യസ്, 2 എറ്റോക്ലീസ്. പൊളിനീഷ്യസും എറ്റോക്ലീസും ഇതിൻ്റെ അത് ക്യാരക്ടേഴ്സ് ആക്കി കാണിക്കുന്നില്ല, കാരണം ഇവർ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് മരണപ്പെട്ടു. പിന്നീട് വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ലേഡി ക്യാരക്ടേഴ്സ് ആണ്, ആന്റിഗണിയും ഇസ്മീനും. അതിൻ്റെ അകത്ത് എപ്പോഴും പ്ലേയിലുള്ളത് ആന്റിഗണിയാണ്. ആന്റിഗണി ഈസ് കൺസിഡേർഡ് ആസ് ദ സെൻട്രൽ ക്യാരക്ടർ. ഓക്കെ, ഇഡിപ്പസ് ഡോട്ടർ ആണ് ആന്റിഗണി. ഓക്കെ, ഹാഫ് സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്മീനും ആന്റിഗണിയും സിസ്റ്റേഴ്സ് ആണ്. ക്രിയോണിന്റെ നീസ് ആണ് ആന്റിഗണി. അതുപോലെ തന്നെ ഹീമാന്റെ ഫിയാൻസിയാണ് ആന്റിഗണി. Antigone now she's disobeys Creon's order that no Theban citizen may properly bury her brother Polynesius. ഓക്കെ, എന്നിരുന്നാലും നമ്മളുടെ ആന്റിഗണി കൊണ്ടുവന്ന് പൊളിനീഷ്യസിന്റെ ബോഡി ദഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജീവനോടെ ടോംബിൽ അടയ്ക്കുകയും ചെയ്യുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് നമ്മൾ കാണാൻ സാധിക്കുന്ന ആന്റിഗണി മരണപ്പെടുന്നതാണ്, ഹാങ്ഡ് ഹേഴ്സെൽഫ്. ഓക്കെ, അങ്ങനെ മരണപ്പെടുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇസ്മീൻ ആണ്. ഇസ്മീൻ ആന്റിഗണിയുടെ സിസ്റ്റർ ആണ്. ഇഡിപ്പസിന്റെ മകളും അതുപോലെ തന്നെ ആന്റിഗണിയുടെ സിസ്റ്ററുമാണ്. ക്രിയോണിന്റെ നീസുമാണ് ഇസ്മീൻ എന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് ആന്റിഗണിയുടെ അത്രയും വിൽ പവർ ഇല്ല. പലപ്പോഴും ഇസ്മീൻ ആന്റിഗണിയെ തടയുന്നുണ്ട്. ഇത് രാജാവിന്റെ ഉത്തരവിനെതിരാണ്, ഇത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ആന്റിഗണിയെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ, കുറ്റാരോപിതയെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഇത് തന്നെ തന്റെ സിസ്റ്റർ മാത്രമല്ല ഉത്തരവാദി, താനും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് വാദിക്കാൻ നമ്മളുടെ ഇസ്മീൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ബ്ലെയിം ഏറ്റെടുക്കാൻ ഇസ്മീൻ ശ്രമിക്കുന്നുണ്ട് in order to show mercy to ആന്റിഗണി. ദെൻ ക്രിയോൺ എന്ന് പറയുന്നത് ബ്രദർ ഇൻ ലോ ഓഫ് ഇഡിപ്പസ് ആണ് നമ്മുടെ ക്രിയോൺ എന്ന് പറയുന്നത്. ഇപ്പോ ഈ പറയുന്ന പൊളിനീഷ്യസും എറ്റോക്ലീസും മരിച്ചതിന് ശേഷം പിന്നുള്ള രാജ്യ അവകാശി എന്ന് പറയുന്നത് ക്രിയോൺ രാജാവാണ്. പക്ഷെ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് ആ ഒരു റൂൾ പവർ കിട്ടിയപ്പോൾ ഇറ്റ് ലീഡ്സ് ടു അനാർക്കി. അയാളുടെ ഒരു സ്റ്റബേർഡ്നെസ്സും അയാളുടെ ഒരു പ്രൈഡും ഒക്കെ കാരണം അയാൾക്ക് അയാളുടെ മകനായ ഹീമിനെയും അയാളുടെ വൈഫായ യൂറിഡിസിനെയും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ആന്റിഗണിയുടെ മരണത്തോടു കൂടിയാണ് ഈ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു ട്രാജിക് ഫ്ലോ അതിൻ്റെ അകത്തേക്ക് റൺ ചെയ്യുന്നത്. ഈ പറയുന്ന ക്രിയോൺ രാജാവിനെ ഉപദേശിക്കാനായിട്ട് പലവട്ടം ടൈറേസിയാസ് വരുന്നുണ്ടെങ്കിലും ടൈറേസിയസിന്റെ ഉപദേശം ആദ്യമൊന്നും ക്രിയോൺ ചെവിക്കൊള്ളുന്നില്ല. ബട്ട് അറ്റ് ദി എൻഡ് അദ്ദേഹത്തെ അത് ലീഡ് ചെയ്യുന്നത് വലിയൊരു ഡിസാസ്റ്ററിലേക്കാണ്. ടൈറേസിയസ് എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് പ്രോഫറ്റ് ആണ്. ഈ ക്രിയോണിന് വേണ്ടിയിട്ട് അഡമന്റ് ആയ ക്രിയോണിനെ അയാളുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ടൈറേസിയാസ് ഇവിടെ വരുന്നത്. ടൈറേസിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാവിയും ഭൂതവും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടൈറേസിയാസ് പറയുന്നതിനെ ക്രിയോൺ പിന്നെ വിലക്കെടുക്കുന്നുണ്ട്. Then comes Chorus. Chorus represents the elder citizens of Thebes. Thebesile elder citizens ആണ് Chorus എന്ന് പറയുന്നത്.
ഈ ഒരു പ്ലേയിൽ നടക്കുന്ന മുഴുവൻ ആക്ഷൻസിനെയും ഇവന്റ്സുകളെയും ഒന്ന് അതിനെ ഇങ്ങനെ ഓഡിയൻസിലേക്ക് റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന കോറസുകളാണ്. കോറസ് പലപ്പോഴും ഇതിൽ നടക്കുന്ന ആക്ഷൻസിനെ കണ്ടന്റ് ചെയ്യുകയും പ്രൈസ് ചെയ്യുകയും കവറപ്പ് ചെയ്യുകയും ഒക്കെ അഡ്വൈസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആര്? കോറസ്. ഓക്കെ. ഫെയ്റ്റിനെ പറ്റി പറയുമ്പോഴും ലവിനെ പറ്റി പറയുമ്പോഴും ഒക്കെ കോറസ് അവരുടേതായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം പിന്നെ അതുപോലെ തന്നെ ഹീമൻ. ഹീമൻ എന്ന് പറയുന്നത് കിങ് ക്രിയോണിന്റെ മകനാണ് ഹീമൻ. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. തൻ്റെ എന്താ ഫിയാൻസി ആയിട്ടുള്ള തൻ്റെ ലേഡി ആയിട്ടുള്ള ആന്റിഗണിയെ പലപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹീമൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ അച്ഛനെതിരെ പൊരുതി നിൽക്കാനും ഹീമൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് ആന്റിഗണി മരിച്ചു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ രാജാവിനെതിരെ യുദ്ധത്തിന് ചെല്ലുകയും അവിടെ വെച്ച് അച്ഛനാൽ തന്നെ കൊല്ലപ്പെടുകയും ഒക്കെ ഹീമൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന ക്യാരക്ടറാണ് യൂറിഡിസ്. യൂറിഡിസ് എന്ന് പറയുന്നത് ക്രിയോൺ രാജാവിന്റെ വൈഫാണ്. തൻ്റെ മകനായ ഹീമൻ അച്ഛനാൽ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ യൂറിഡിസ് ദുഃഖം താങ്ങാനാവാതെ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. So that's all about this play. Bye.